ഹലോ. ഒരു പ്രവാസി നാട്ടിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ബാങ്കിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം, ആരെങ്കിലും നോർമൽ സേവിങ് അക്കൗണ്ടൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് NRO ആക്കി മാറ്റുക. പിന്നെ ഒരുപാട് അക്കൗണ്ടുകൾ ഉള്ള ആളുകളാണെങ്കിൽ ആവശ്യമില്ലാത്ത അക്കൗണ്ടുകളൊക്കെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ക്ലോസ് ചെയ്ത് കളയുക. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം 2 അക്കൗണ്ടുകളാണ് വേണ്ടത്, NRE NRO. അതും നല്ല IT ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്ന ഒരു പബ്ലിക് സെക്ടർ ബാങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും ഉണ്ടായാൽ അത്രയും നല്ലത്. ബാക്കി അനാവശ്യമായിട്ടുള്ള ഡെഡായിട്ട് കിടക്കുന്ന അക്കൗണ്ടുകൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകളൊക്കെ ക്ലോസ് ചെയ്ത് കളയുക. രണ്ടാമത്തെ കാര്യം KYC. അതായത് നിങ്ങൾ പ്രവാസിയായിരിക്കുമ്പോൾ നിങ്ങളുടെ വിസ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ ഇക്കാമ, നിങ്ങളുടെ ഖത്തർ ID, എമിറേറ്റ്സ് ID തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ നോ യുവർ കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങളുടെ ബാങ്കിൽ അപ്ഡേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ സെൻട്രൽ KYCയും അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ നിങ്ങളുടെ സെൻട്രൽ KYC കൂടെ അപ്ഡേറ്റ് ആയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പാൻ കാർഡും നിങ്ങളുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കുക. പാൻ കാർഡിലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഒരു ഫൈനാൻഷ്യൽ ഒരു ഐഡൻറ്റിറ്റിയാണ്, ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്. ഒരു പ്രവാസി അപ്പോൾ ചോദിക്കും, ഞാൻ ടാക്സ് അടക്കുന്നില്ലല്ലോ, അപ്പോൾ എനിക്കെന്തിനാണ് പാൻ കാർഡ്? അങ്ങനെയല്ല. നിങ്ങൾ പ്രവാസിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മറ്റു വരുമാനങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും ഒരാൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടുപേര്, സ്ഥലം അതൊക്കെ കറക്റ്റ് ആണോ നോക്കുക. പിന്നെ ഈ ആധാറും പാൻ കാർഡും കൂടെ ലിങ്ക്ഡ് ആണോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി ഇതല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കുക. പിന്നെ നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് വരുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ വിദേശ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ OTP വരുത്തണം. ആധാർ, നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ലോൺ ക്ലോസർ ഫോം നിങ്ങൾ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യണം. അതായത് നിങ്ങൾ പ്രവാസി ആയിരിക്കുന്നതിനൊക്കെ മുമ്പ് ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രവാസി ആയതിനു ശേഷവും ലോൺ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ലോണൊക്കെ എടുത്ത് നിങ്ങൾ ലോണൊക്കെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ, സീറോ ബാലൻസ് ആണെങ്കിൽ ബാങ്കിനോട് നിങ്ങൾ ആവശ്യപ്പെടണം, എനിക്ക് ലോൺ ക്ലോസർ സ്റ്റേറ്റ്മെൻറ്റ് തരണം. കാരണം ഇനി ഫ്യൂച്ചറിൽ ആ ബ്രാഞ്ചിലെ മാനേജർ